ഹലോ, ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് പാസ്തയാണ് കേട്ടോ. രാവിലെ തന്നെ പാസ്ത വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര അങ്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാസ്ത തന്നെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ എനിക്ക് കഴിക്കാനും പാസ്ത എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ആരും പാസ്ത കഴിക്കാറില്ല. ഞാനും പട്ടുവും മാത്രമാണ് പാസ്ത കഴിക്കുന്ന ആളുകൾ. ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ഈ പാസ്ത ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആവശ്യമില്ലെങ്കിൽ കഴിക്കാതിരുന്നാൽ പോരെ, എന്തിനാണ് വെറുതെ എക്സ്പ്രഷൻ ഇട്ട് ചാവണത് അല്ലേ? എന്നത്തെയും പോലെ അടുക്കളയിലത്തെ പണികളൊക്കെ വേഗം തട്ടിക്കൂട്ടിയിട്ട് ഞാൻ വേഗം ചുണ്ടുവിൻ്റെ അടുത്തേക്ക് വന്നു. ചുണ്ട് കണ്ടില്ലേ, രണ്ട് സൈഡ് മൂടിയൊക്കെ കെട്ടിയിട്ട് നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അവൾ ഒരുക്കി കഴിഞ്ഞാൽ ഞാനും ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒരുങ്ങും കേട്ടോ. ഒരുങ്ങിയിട്ട് വേഗം ചുണ്ടുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ടു. ലേറ്റ് ആവുമ്മ എന്ന് പറഞ്ഞിട്ട് ചുണ്ടുമാണ് കേട്ടോ എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്യിക്കുന്നത്. എന്നെ ഇപ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്നതടക്കം ചുണ്ടുവാണോ എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ ചുണ്ടുവിന് കൊണ്ടുപോയിട്ടിട്ട് ഞാൻ നേരെ ചുണ്ടുവിൻ്റെ വീട്ടിൽ പോയി. അവിടെയാണെങ്കിൽ അന്ന് നമ്മളെ പോയ മേളയുണ്ടല്ലോ, അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തേ പിന്നെ ആ ബിൽഡിങ്ങിലെ എല്ലാ വീട്ടിലും മൂപ്പരാൾ പോയി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവം അവിടെ നടക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആ ബിൽഡിങ്ങിലെ എല്ലാ വീട്ടുകാരും അവിടെ പോയിട്ട് ഡ്രസ്സും സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും എടുത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തരുമായിരുന്നു കേട്ടോ. ഇപ്പോൾ അടിക്കടി ഞാൻ അവിടെ പോകുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഒരുവിധം എല്ലാവരുമായിട്ടും ഞാനും കമ്പനിയായി. ഇപ്പോൾ അവിടെ എനിക്കറിയാത്തവരാരും ഇല്ല കേട്ടോ. അങ്ങനെ അവർ വാങ്ങിയ സാധനങ്ങളൊക്കെ കണ്ടു. നമുക്കും മറ്റുള്ളവർ വാങ്ങിയ സാധനങ്ങളൊക്കെ കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഡ്രസ്സാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും നേരെ പിള്ളേരെ എടുക്കാൻ വേണ്ടി പോയി. പിന്നെ അവരുടെ ഒരു പർച്ചേസ് ഉണ്ടല്ലോ, ഷോപ്പിങ്ങും, അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. ഇവിടെ വന്നപ്പം ഇന്ന് പാറുവിൻ്റെയും അർജുൻ്റെയും സ്കൂളിലെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ലൈവ് യൂട്യൂബിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുക കേട്ടോ എല്ലാവരും, വീട്ടിലെല്ലാവരും. അപ്പോൾ അതിൽ ഇത്രയും പേരിൽ ഇപ്പോൾ പാറു എവിടെയാണെന്നോ അർജുൻ എവിടെയാണെന്നോ ഒന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഭയങ്കര കഷ്ടപ്പെട്ട് അത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. റെസ്റ്റ് എടുക്കുമ്പോൾ ചുണ്ടുവിന് ഭയങ്കര ബോറടിയാണ് കേട്ടോ. ഇപ്പം പട്ടും ട്യൂഷന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ബോറടിയാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇന്ന് അച്ഛനും അമ്മയും നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടേക്കും പുറത്തൊന്നും പോകാണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മേലൊക്കെ പോയിട്ട് ഒന്ന് വെറുതെ ചില്ല് ചെയ്തിട്ട് വരാമെന്ന്. അങ്ങനെ നമ്മുടെ ടെറസും അല്ലാതെ അതിൻ്റെ മുകളിലോട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. അതിലേക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ലപോലെ കുനിഞ്ഞ് മടങ്ങി ഒടിഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ കയറാനായിട്ട്. അവൾക്ക് കയറാൻ എളുപ്പമാണ്. ഞാൻ പ്രായം കൂടി വരികയല്ലേ, അതുകൊണ്ട് ഇത്തിരി കയറാൻ ബുദ്ധിമുട്ടിയും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കയറി. ഇതാണ് കേട്ടോ മേലെ കയറിയുള്ള വ്യൂ. നല്ല രസമാണ് കേട്ടോ. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വരാൻ നല്ല രസമാണ്. നല്ല കാറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് വെറുതെ ചുമ്മാ പുറത്തോട്ടിങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അതാ പോണു എയറോപ്ലെയിൻ കാണുമ്പോൾ എനിക്ക് ഞാനൊരു 8 വയസ്സ് 9 വയസ്സായ സമയത്ത് ആദ്യമായി പ്ലെയിനിൽ കയറിയതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വിസിറ്റിങ്ങിന് പോകുന്ന ആ ഒരു ഓർമ്മയാണ് കേട്ടോ എനിക്ക് വരുന്നത്. നല്ല അടിപൊളി ലാച്ചൊക്കെ ഇട്ട് അണിഞ്ഞ് ഒരുങ്ങിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. നല്ല പേടിയും നല്ല ടെൻഷനും പിന്നെ നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്ലെയിനിൽ നമ്മൾ ആദ്യമായിട്ട് കയറാനൊക്കെ പോവല്ലേ, അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരും കേട്ടോ. ഞാനത് ചുണ്ടിനോട് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മ ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറിയ കാര്യമൊക്കെ. അപ്പോൾ കുട്ടിക്ക് ഓർമ്മയില്ല കേട്ടോ. ചുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ അവൾക്കത് ഓർമ്മയില്ല, വളരെ ചെറുപ്പത്തിലാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം കളിച്ച് ഞാൻ കുറച്ച് നേരം വീഡിയോസൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴോട്ട് ഇറങ്ങി പോന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ താഴെ പോയിട്ട് കുറച്ച് നേരം ചുണ്ടുവിൻ്റെ ഹോംവർക്കൊക്കെ എഴുതിയിട്ടോ. കുറച്ച് കളറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്യണം. പിന്നെ അച്ഛനമ്മയൊക്കെ നാട്ടിൽ പോവാണ്, ചേച്ചിയും പിള്ളേരും ഏട്ടനൊക്കെ നാട്ടിൽ പോവാണ്. നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.